കോൺഗ്രസിൽ ചേർന്നു പിന്നെ ആരായാലും പതിയെ പതിയെ കഞ്ഞിക്കുഴിയാകും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശശി തരൂർ വിശ്വപൗരൻ എന്നുള്ള ഒരു പൊതു ആഖ്യാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ചേർന്നു, അദ്ദേഹവും കഞ്ഞിക്കുഴി ലൈനായി. എങ്ങനെയെന്നല്ലേ? ആദ്യം വിഴിഞ്ഞത്ത് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കഞ്ഞിക്കുഴികളെല്ലാം ചേർന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു മത്സ്യ മാർക്കറ്റ് സെറ്റിട്ടു. എന്നും ചന്തയുള്ളതാണ്. വല്ലപ്പോഴൊക്കെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വെച്ച് തന്നെ അല്ല, ഇവിടെ വെച്ച് തന്നെ എന്നും വിൽക്കുന്നത്. ഇല്ല, അത് വല്ലപ്പോഴും ഇവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ കടപ്പുറത്ത്. ഇന്നിപ്പോ ഇവിടെ കൊണ്ടുവന്ന എന്താ ഇതിനു വേണ്ടി? കണ്ടില്ലേ, അവിടെ അങ്ങനെ മാർക്കറ്റ് നടക്കുന്ന സ്ഥലമല്ല. പിന്നെ എലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി കടപ്പുറം വരെ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ മത്സ്യ മാർക്കറ്റിലേക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വിലക്കെടുത്ത് വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത്, ഈ കാണുന്ന സ്ഥലത്ത് ഒരു സെറ്റിട്ട് ഒരു പ്രത്യേക മത്സ്യ മാർക്കറ്റ് ഉണ്ടാക്കി. കോൺഗ്രസിലെ തലസ്ഥാനത്തെ മികച്ച നടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപദേശമൊക്കെ കൊടുത്ത് എങ്ങനെ വേണം ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കേണ്ടത്. തരൂർ വരുമ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി കൃത്യമായ ഒരു മത്സ്യം മാറ്റി വെക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്താണ് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കിയത്. എന്തെല്ലാം കോപ്രായങ്ങൾ! കഞ്ഞിക്കുഴിമാരെന്ന് പറഞ്ഞാൽ ചുളുവിന് കാര്യം നടത്താൻ വേണ്ടി ഇമാതിരിയുള്ള നാടകങ്ങൾ കളിക്കും. കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മീനെടുത്ത് ഉയർത്തിയ സന്ദർഭത്തിൽ വലിയ പരാതി ഉയർന്നിരുന്നു. ശശി തരൂരിന് മീനെടുത്ത് പൊക്കാൻ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സഹായം വേണ്ടി വന്നു. ഇത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ വിമർശനമുണ്ടാക്കിയപ്പോഴാണ് ഒരു താൽക്കാലിക സെറ്റിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി ഇങ്ങനൊരു നാടകം തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മികച്ച നടനായിട്ടുള്ള VS ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പക്ഷേ പഴയ കാലമല്ലല്ലോ. ആ സെറ്റിട്ട് പരിപാടി കടന്നു പോയ ഉടനെ നാട്ടുകാർ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു, അങ്ങനെ ചന്ത കൂടുന്ന സ്ഥലമല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് അവിടെ ചെയ്തതാണെന്ന്. എന്തിനാണ്? ആരെ പറ്റിക്കാനാണ്? ആരെ ബോധ്യപ്പെടുത്താനാണ്? ശശി തരൂരിനെ പോലുള്ളൊരു വ്യക്തി ഈ കഞ്ഞിക്കുഴി നാടകങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് കാണുമ്പോൾ കോൺഗ്രസിൽ ചേർന്നാൽ ഏത് വിശ്വപൗരനും കഞ്ഞിക്കുഴിയാകുമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുകയാണ്.